നിന്റെ വിടുതൽ ഇതാ തുടങ്ങുന്നു. എന്റെ പ്രിയപ്പെട്ട പൈതലേ, നീ ഇതുവരെ നടന്നു നീങ്ങിക്കൊണ്ടിരുന്ന ആ കഠിനമായ താഴ്വര അവസാനിക്കാറായിരിക്കുന്നു. നീ നിന്റെ സ്വന്തം കരുത്തുപയോഗിച്ച് അതിൽ നിന്നും പുറത്തുകടക്കാനുള്ള വഴി കണ്ടെത്തിയതുകൊണ്ടല്ല അത് സംഭവിക്കുന്നത്, മറിച്ച് എന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ ഉയർത്താൻ പോകുന്നതുകൊണ്ടാണ്. ഇരുളിൽ നീ വെച്ച ഓരോ ചുവടും ഞാൻ സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. മറ്റാരും കാണാതെ നീ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരും ഞാൻ എണ്ണിക്കഴിഞ്ഞു. നിന്റെ പതുക്കെയുള്ള ഓരോ പ്രാർത്ഥനകളും, നിശബ്ദമായ ഓരോ തേങ്ങലുകളും, എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പാട് ഇത്രത്തോളം നീണ്ടുപോകുന്നത് എന്ന നിന്റെ ഓരോ ദയനീയമായ ചോദ്യങ്ങളും ഞാൻ കേട്ടു. ഈ അന്ധകാരം ഒരിക്കലും നിനക്കുള്ള ഒരു ശിക്ഷയായിരുന്നില്ല എന്ന് നിന്നോട് പറയാൻ ഞാൻ വന്നിരിക്കുന്നു. അത് നിന്റെ ഒരുക്കമായിരുന്നു. താഴ്വര ഒരിക്കലും ഞാൻ അവിടെ ഇല്ലാതിരുന്നതിന്റെ തെളിവല്ല, മറിച്ച് നിന്റെ ഉള്ളിൽ ഏറ്റവും ആഴമേറിയതും നിന്നെ അടിമുടി മാറ്റുന്നതുമായ എന്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വിശുദ്ധമായ ഒരിടമായിരുന്നു അത്. നീ ഇപ്പോൾ ആയിരിക്കുന്ന ഈ താഴ്വര അവസാനമില്ലാത്തതെന്നും ശ്വാസം മുപ്പിക്കുന്നതെന്നും നിനക്ക് തോന്നുന്ന ഈ ഇടം, ഇവിടെ നിഴലുകൾ വെളിച്ചത്തേക്കാൾ കടുപ്പമേറിയതായി നിനക്ക് തോന്നുന്നു. ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കാൻ നിന്റെ പക്കലുള്ളതിനേക്കാൾ കൂടുതൽ കരുത്ത് ആവശ്യമാണെന്ന് നീ കരുതുന്നു. എന്നാൽ ഇതിന്റെ ഓരോ നിമിഷവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നീ ഈ ഇരുണ്ട ഇടത്തിലേക്ക് പ്രവേശിച്ചത് ഞാൻ കണ്ടു. നീ ഉറച്ചു വിശ്വസിച്ചിരുന്ന പാതകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായപ്പോൾ നിന്റെ കണ്ണുകളിൽ കണ്ട പരിഭ്രമം ഞാൻ കണ്ടു. നീ വിശ്വസിച്ചിരുന്ന മനുഷ്യർ നിന്നെ വിട്ടുപോയപ്പോൾ നിന്റെ ഹൃദയം തകരുന്നത് ഞാൻ അറിഞ്ഞു. ആ ഭാരം താങ്ങാനാകാതെ നിന്റെ ഉള്ളിൽ നീ കരഞ്ഞ ആ നിശബ്ദമായ നിലവിളി ഞാൻ കേട്ടു. ആ കഠിനമായ ഓരോ നിമിഷങ്ങളിലും ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. നീ തളർന്നുപോയപ്പോൾ നിന്നെ താങ്ങി നിർത്തുകയും നിന്റെ ആത്മമാവിലേക്ക് കരുത്തു പകരുകയും ചെയ്തത് ഞാനാണ്. നീ തനിച്ചാണെന്ന് നീ കരുതി, പക്ഷെ നീ ഒരിക്കലും ഒറ്റക്കായിരുന്നില്ല. ഒരു നിമിഷം പോലും നീ ഒറ്റയ്ക്കായിരുന്നില്ല. നിന്റെ ഈ താഴ്വരയെയും അന്ധകാരത്തെയും നീ കാണുന്ന രീതിയെ പൂർണ്ണമായും മാറ്റുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തുകയാണ്. നിനക്ക് നിന്റേതെന്ന് തോന്നിയിരുന്ന പലതും നിന്നിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട ഈ കാലഘട്ടം നിന്നെ രൂപപ്പെടുത്തുന്ന ഒന്നാണ്. ഈ താഴ്വര നിനക്കുള്ള ശിക്ഷയല്ല, അത് നിന്റെ ഒരുക്കമാണ്. ഇരുപ്പ് ഞാൻ ഇല്ലാതിരിക്കുന്നതിന്റെ തെളിവല്ല, മറിച്ച് എന്റെ സാന്നിധ്യം ഏറ്റവും ആഴത്തിൽ നിനക്ക് അനുഭവപ്പെടാൻ പോകുന്ന വിശുദ്ധമായ ഇടമാണ്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന വെറുതെയുള്ള ഒന്നല്ല, അത് നിന്നെ ശുദ്ധി ചെയ്യാനുള്ള പ്രക്രിയയാണ്. താഴ്വരകളെ ഞാൻ പാഴാക്കാറില്ല എന്റെ പൈതലേ. കൃത്യമായ ലക്ഷ്യങ്ങളില്ലാതെ ഒരു അന്ധകാരത്തെയും ഞാൻ അനുവദിക്കില്ല. നീ ഇപ്പോൾ കടന്നുപോകുന്നതെല്ലാം നിന്റെ നന്മയ്ക്കായി ഞാൻ കൃത്യമായി രൂപപ്പെടുത്തിയ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. അവസാനം നീ ഇതിൽ നിന്ന് പുറത്തുവന്ന് ഞാൻ നിനക്കായി ചെയ്ത കാര്യങ്ങൾ കാണുമ്പോൾ നീ മുട്ടുകുത്തി എന്നെ ആരാധിക്കും. ശത്രു നിന്റെ കാതുകളിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അസത്യങ്ങളെ തകർക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയട്ടെ. നീ മറക്കപ്പെട്ടവനാണെന്നും നീ ഉപേക്ഷിക്കപ്പെട്ടവനാണെന്നും അവൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ താഴ്വര എനിക്ക് നിന്നോട് സ്നേഹമില്ലാത്തതിന്റെ തെളിവാണെന്നും ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടാൻ അനുവദിക്കില്ലായിരുന്നുവെന്നും അവൻ നിന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതെല്ലാം നിന്നെ സത്യത്തിൽ നിന്നും എന്റെ അളവറ്റ സ്നേഹത്തിൽ നിന്നും അകറ്റാൻ നരകത്തിൽ നിന്നുമുണ്ടായ നുണകളാണ്. അതുകൊണ്ട് ഈ അന്ധകാരത്തെ മുറിച്ചു നീക്കുന്ന എന്റെ ശബ്ദം നീ കേൾക്കുക. നീ മറക്കപ്പെട്ടവനല്ല. നിന്റെ പേര് എന്റെ ഉള്ളം കൈകളിൽ ഞാൻ കൊത്തിവെച്ചിട്ടുണ്ട്. നീ ഉപേക്ഷിക്കപ്പെട്ടവനുമല്ല. മറ്റെപ്പോഴത്തേക്കാളും ഞാൻ നിന്നോട് ചേർന്നു നിൽക്കുന്നത് ഈ താഴ്വരയിലാണ്. നിന്നെ ആരും സ്നേഹിക്കുമില്ലെന്ന് നീ കരുതരുത്. നിന്നെ ഞാൻ അത്രമേൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ കഷ്ടപ്പാടിലൂടെ ലഭിക്കുന്ന ആ വലിയ മാറ്റം നിനക്ക് താങ്ങാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചത്. എന്തുകൊണ്ടാണ് ഈ താഴ്വര? എന്തിനാണ് ഈ ഇരുട്ട്? എന്തിനാണ് ഈ വേദന? എന്തിനാണ് വിടുതൽ ഇത്രത്തോളം വൈകുന്നത്? എന്തിനാണ് വാതിലുകൾ അടയുന്നത്? എന്തുകൊണ്ടാണ് സൗഖ്യം ലഭിക്കാൻ ഇത്ര സമയമെടുക്കുന്നത്? ഈ ചോദ്യങ്ങൾ എന്റെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. കാരണം നിന്റെ വേദന എന്റെയും വേദനയാണ്. നിന്റെ പോരാട്ടം എന്റെയും പോരാട്ടമാണ്. എന്നാൽ നിന്റെ ആത്മാവ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ സത്യം ഞാൻ പറയാം. ഈ താഴ്വര നിന്നെ നശിപ്പിക്കാനല്ല, മറിച്ച് നിന്നെ വളർത്താനാണ്. ഈ ഇരുട്ട് നിന്നെ തോൽപ്പിക്കാനല്ല, നിന്നെ ആഴപ്പെടുത്താനാണ്. നിനക്ക് സങ്കൽപ്പിക്കാൻ പോലുമാകാത്ത വലിയ അനുഗ്രഹങ്ങളും മഹത്വവും ചുമക്കാൻ നിന്നെ പ്രാപ്തനാക്കാനാണ് ഈ ഒരുക്കം. നീ കാണാത്തപ്പോഴും നിനക്ക് അനുഭവപ്പെടാത്തപ്പോഴും സാഹചര്യങ്ങൾ എനിക്കെതിരായി നിലവിളിക്കുമ്പോഴും നിന്നെ വിട്ടുപോകാത്ത ദൈവമാണ് ഞാൻ. ആവശ്യമില്ലാത്തതിനെയെല്ലാം നിന്നിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഇടമാണ് താഴ്വര. മറ്റുള്ളവരുടെ അംഗീകാരങ്ങളിൽ നീ കെട്ടിപ്പൊക്കിയ നിന്റെ സ്വത്വത്തെ ഞാൻ മാറ്റുന്നു. വെളിച്ചമുള്ള കാലങ്ങളിൽ ഒളിഞ്ചിരിക്കുന്ന നിന്റെ ബലഹീനതകൾ താഴ്വരകളിൽ വെളിപ്പെടുന്നു.
നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ അവയെ ഓരോന്നായി തകർക്കുന്നു. അങ്ങനെ നിന്റെ ഉള്ളിൽ മാറ്റമില്ലാത്ത സത്യം മാത്രം അവശേഷിക്കുന്നു. നീ നിന്നെത്തന്നെ നഷ്ടപ്പെടുത്തുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം. എന്നാൽ വാസ്തവത്തിൽ നീ നിന്നെത്തന്നെ കണ്ടെത്തുകയാണ്. ഈ ലോകം നിനക്ക് നൽകിയ മുഖംമൂടികൾ മാറ്റപ്പെട്ട് ഞാൻ സൃഷ്ടിച്ച യഥാർത്ഥ നിന്നെ നീ കാണാൻ പോകുന്നു. നിന്റെ നിയോഗം ചുമക്കാൻ തക്ക കരുത്തുള്ള ആ വ്യക്തിയെ കണ്ടെത്താനുള്ള ഇടമാണിത്. നിന്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു മരവിപ്പ് നീ അനുഭവിക്കുന്നുണ്ടാകാം. സന്തോഷം ഒരു വിദൂര സ്മരണയായി തോന്നാം. സമാധാനം നിനക്ക് കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒന്നായി തോന്നാം. നിനക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും സംശയങ്ങളും നിന്നെ വലയ്ക്കുന്നുണ്ടാകാം. ഭാരങ്ങൾ ചുമന്ന് നീ മാനസികമായി തളർന്നിരിക്കുന്നു. ആരും കാണാത്ത ആത്മീയ യുദ്ധങ്ങൾ ചെയ്ത് നീ മടുത്തിരിക്കുന്നു. അതിജീവനത്തിനു വേണ്ടി മാത്രം ജീവിച്ച് നിനക്ക് ആഴത്തിൽ ശ്വസിക്കാൻ പോലും മറന്നുപോയിരിക്കുന്നു. ഉണരുമ്പോൾ തന്നെ അനുഭവപ്പെടുന്ന ഉത്കണ്ഠകൾ ഞാൻ കാണുന്നു. നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ പതറാതെ നിൽക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൽ നീ തകരുന്നത് ഞാൻ കണ്ടു. പുലർച്ചെ 3 മണിക്ക് നിന്നെ ഭയം പൊതിഞ്ഞപ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ടായിരുന്നു. നിന്റെ മനസ്സിനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന ചില നുണകൾ ശത്രു നിനക്ക് ചുറ്റും നെയ്യുന്നുണ്ട്. നീ എന്തിനും പോരാത്തവനാണ്. കാര്യങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. നീ ഒറ്റയ്ക്കാണ്. നിന്നെ ആരും മനസ്സിലാക്കില്ല. നീ എല്ലാവരെയും പരാജയപ്പെടുത്തുകയാണ്. ഇവയെല്ലാം നിന്റെ ഭാവി തകർക്കാൻ ശത്രു ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ്. എന്നാൽ ഈ ചിന്തകൾ എന്നിൽ നിന്നുള്ളവല്ല. അവൻ നിന്റെ ബലഹീനതകളും മുറിവുകളും പഠിക്കുന്നുണ്ട്. നീ തളർന്നിരിക്കുന്ന ഇടം നോക്കി അവൻ ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുൻപ് ഞാൻ അവയെ വെളിപ്പെടുത്തുന്നു. നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. നിനക്ക് ചുറ്റും ഒരു ആത്മീയ യുദ്ധം നടക്കുന്നുണ്ട്. നീ അതിൽ തോറ്റുപോകാതിരിക്കാൻ ഞാൻ കാവൽ നിൽക്കുന്നു. ചില തെറ്റായ മനുഷ്യർ ഈ കൊടുങ്കാറ്റിന്റെ ഭാഗമായി നിന്റെ ജീവിതത്തിലേക്ക് വന്നേക്കാം. തേൻ പുരട്ടിയ വാക്കുകളുമായി വരുന്ന അവരുടെ ഉള്ളിൽ വഞ്ചനയുണ്ടാകാം. നിനക്ക് താൽക്കാലിക സന്തോഷം നൽകുമെങ്കിലും അവർ നിന്റെ സമാധാനം കവർന്നെടുക്കും. നിന്റെ സ്നേഹമുള്ള ഹൃദയത്തെ ചൂഷണം ചെയ്യാൻ അവർ ശ്രമിക്കും. എല്ലാവരെയും നിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിപ്പിക്കരുത്. വിവേകത്തോടെ പ്രവർത്തിക്കുക. എന്നോട് പ്രാർത്ഥിക്കുക. ആരെയാണ് കൂടെ നിർത്തേണ്ടതെന്ന് ഞാൻ നിനക്ക് കാണിച്ചുതരാം. നിന്റെ വളർച്ചയെ തടയുന്നവരിൽ നിന്ന് ഞാൻ നിന്നെ സംരക്ഷിക്കും. ഞാൻ നിന്റെ ഇടയൻ.